ഡോക്ടറെ ഞാൻ 5ാം ക്ലാസ് പഠിക്കുമ്പോൾ വീണായിരുന്നേ. അപ്പോൾ ഒന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ 3 മാസമായിട്ട് ഭയങ്കര പുറം വേദന. അന്നിങ്ങനെ ട്രീറ്റ്മെന്റ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. ഇപ്പൊ ഉള്ള വേദന അന്നത്തെ വീഴ്ചയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അതുമായിട്ട് ബന്ധമില്ല എന്ന് നമുക്ക് തീർത്ത് പറയാനൊന്നും പറ്റില്ല. പക്ഷെ അതുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത ഭയങ്കര കുറവാണ്. യൂഷ്വലി ഈ പുറംവേദന എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ട് വരും. അത് ചിലപ്പോൾ മസിലിന്റെ സ്ട്രെയിൻ ആവാം, ചിലപ്പോൾ നിങ്ങളുടെ പോസ്ചർ, നിങ്ങളുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ടിട്ടോ, അപ്പോൾ നിങ്ങളൊരു പെർട്ടിക്കുലർ പോസ്ചറിലായിരിക്കും അധികവും ഇരിക്കുന്നുണ്ടാവുക, അതിൻ്റെ പ്രശ്നം കൊണ്ടാവാം, അല്ലെങ്കിൽ ഡിസ്ക് ഇഷ്യൂസ് കൊണ്ടാവാം. പിന്നെ എല്ലാത്തിലും ഉപരിയായിട്ട് സ്ട്രെസ് എന്ന് പറയുന്ന ഒരു ഭയങ്കര സ്ട്രെസ്ഫുൾ ആകുമ്പോൾ ഈ ഒരു പുറംവേദന വരും. കാരണം അത് തമ്മിൽ ഭയങ്കര കണക്ഷൻ ഉണ്ട്. ഈ സ്ട്രെസ്സും ലോ ബാക്ക് ഏക്കും ഭയങ്കര കണക്ഷൻ ഉള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ആയുർവേദത്തിൽ നമ്മളൊരു വേദനയായിട്ട് ഒരാൾ വരുമ്പം ഒരു വേദനയേക്കാൾ ഉപരി അതിൻ്റെ റൂട്ട് കോസ് എന്താണ്, അതിൻ്റെ മൂല കാരണം എന്താന്ന് അറിഞ്ഞിട്ട് ചികിത്സിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ആ ഒരു പെയിനൊരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു റിലീഫ് കൊടുക്കാൻ പറ്റും. ഇവിടെ മെയിനായിട്ട് ഡിഫറെൻറ്റ് തെറാപ്പീസ് കമ്പൈൻ ചെയ്തിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആയുർവേദത്തിലുള്ള പഞ്ചകർമ്മ തെറാപ്പീസും സ്മൃതി മെഡിറ്റേഷനും ഒക്കെ കമ്പൈൻ ചെയ്തിട്ടാണ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാറ്. പക്ഷേ ചില കേസസിൽ അതിൻ്റെ ആവശ്യം വരില്ല. ചെറിയ ഇൻറ്റേർണൽ മെഡിസിൻ കൊണ്ട് ചിലപ്പം ഒരു 5-10 ദിവസം കൊണ്ട് അങ്ങ് മാറിപ്പോവും. പക്ഷെ മിക്ക കേസുകളിലും ഇത് രണ്ടിൻ്റെയൊക്കെ എന്തെങ്കിലും ഒന്നിൻ്റെ ആവശ്യമോ ചിലപ്പോൾ 2 ആവശ്യമൊക്കെ വരും. ഒരു ഇൻറ്റൻസിറ്റി അനുസരിച്ചിട്ടായിരിക്കും എന്തൊക്കെ തെറാപ്പീസ് അതിൽ വേണം എന്നുള്ളതൊക്കെ. അപ്പോൾ നേച്ചുറലി ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഇൻഫ്ലമേഷൻ കുറയാനും സ്വെല്ലിംഗ് കുറയും, അതേപോലെ സ്പൈനൽ ഹെൽത്ത് ഇമ്പ്രൂവ് ആവാനും ഒക്കെ നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും.